പലപ്പോഴും സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ അറബികൾക്ക് വെറുപ്പുള്ള സ്വഭാവമാണ് ഹസദ് എന്നത്, അഥവാ നമുക്ക് പറയാം അസൂയ. നമ്മളൊരു കാര്യം ചിലപ്പോൾ ഉപദേശമായിട്ടായിരിക്കും പറയുക, പക്ഷേ അറബികൾക്കത് ഫീൽ ചെയ്യുക, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ അങ്ങനെയാണെന്ന് അവർ ധരിച്ചേക്കും. അതാണെന്ന് അസൂയ പറയുകയാണെന്ന് പറയും. നമുക്കും പറയാം. അപ്പോൾ നമ്മെക്കുറിച്ചോ മറ്റോ ഒരാൾ ഇപ്പോൾ ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് അസൂയ. മറ്റുള്ളവരുടെ നന്മയിൽ അസൂയപ്പെടുന്ന ഒരു സ്വഭാവം തെറ്റായൊരു സ്വഭാവമാണ്. അപ്പോൾ ഇതൊക്കെ അറബികളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മെ അവരും തെറ്റിദ്ധരിക്കും. അത് അവൻ എന്നെക്കുറിച്ച് അസൂയ പറയുകയാണ് സാറേ എന്ന് പറയണ്ടേ. ഹാദ കലാം ഹാദ ഹസൂദ് എന്ന് പറയും. അസൂയക്കാരൻ എന്താണ് പറയുക? ഹസൂദ് എന്നാണ് പറയുക. നമ്മുടെ സാഹിത്യ അറബിയിൽ ഹാസിദ് എന്ന് പറയുമെങ്കിലും ഇവരതിനെ ഹസൂദ് എന്ന പേരിലാണ് പറയാറുള്ളത്. ഹസൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസൂയക്കാരൻ. അപ്പോൾ തികച്ചും നല്ല അസൂയക്കാരനാണ്, അതല്ലാതെ അവൻ്റെ അടുത്തൊരു നന്മയും ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ ഹസൂദ്. അപ്പോൾ ഈ വാക്കിന്, അതായത് ഈ പറയുന്ന വസ്തുക്കൾക്ക് ഹസദ് എന്ന് പറയും. ഹാദ കലാം ഹസദ്, ഹാദ കലിമ ഹസദ്, അല്ലെ കലാം ഹസദ്. കലാം എന്ന് പറഞ്ഞാൽ ഈ ടോപ്പിക്ക്, ഈ സംസാരം, ഈ കാര്യങ്ങൾ ഒരു ഹസദ് പറയുകയാണ്, നമ്മെക്കുറിച്ചൊക്കെ അസൂയ പറയുകയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെയാണോ? അപ്പോൾ ഹസദ് എന്നാൽ അസൂയ എന്നാണ്, ഹസൂദ് എന്നാൽ അസൂയക്കാരൻ എന്നാണ്. ഇതിൽ വേറൊരു കാര്യമുള്ളത്, നമ്മൾ പലപ്പോഴും ഒരു അറബിയോട് ഒരു കാര്യം മാഷാ അല്ലാഹ് ഇൻദക ഫുലൂസ് കസീർ, ഓ സയ്യാറ കബീർ, ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്, അവർ സുഖിപ്പിക്കുക എന്നാണ് തോന്നും. അല്ല, അപ്പോൾ അവരോട് നിൻ്റെ അടുത്ത് ഭയങ്കര പൈസ ഉണ്ടല്ലോ, ഓ വണ്ടിയൊക്കെ സൂപ്പറാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ യാ എൻ്റെ ഹസൂദ് എന്നറിയാറ്. എൻ്റെ ഹസൂദ്, നീ അസൂയ ഇനി പറയുന്നത് എന്ന് പറയും. അത് പറയാതിരിക്കുവാൻ അവർ നമ്മോട് പറയും ഗുൽ മഷാ അല്ലാ, ഗുൽ മഷാ അല്ലാ, മാഷാ അല്ലാ എന്ന് പറയാൻ പറയും. അപ്പോൾ നമ്മളൊരാളോട്, ഒരു അറബിയോട് മാഷാ അല്ലാ സയ്യാറ കബീർ, മാഷാ അല്ലാ ഇൻദക ഫുലൂസ് കസീർ എന്നേ പറയാവൂ. അല്ലെങ്കിൽ അവർ പറയും എൻ്റെ ഹസൂദ്, നീ എന്നെക്കുറിച്ച് അസൂയ പറയുകയാണ്. ഓക്കെ. അപ്പം മറ്റുള്ളവരിൽ നന്മ ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാവുക. അത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കാൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ മാഷാ അല്ലാ, ദൈവഹിതം കൊണ്ട് താങ്കൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചല്ലോ എന്ന ഒരു വാക്ക് കൂടി കൂടിക്കുക. ഓക്കെ. ഇത്തരം നല്ല നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുവാൻ അറബിക് യൂണിയുടെ വെള്ളിയാഴ്ചത്തെ വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക. അതുപോലെ അറബിക് യൂണി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു, അതിൽ ജോയിൻ ചെയ്യുന്നതിന് ഇതിനോടൊപ്പമുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശുക്രൻ ലക്കും, മഅസ്സലാം.